ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. രാത്രി സമയങ്ങളിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് 5 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. 5 ഓഫ് കപ്സ്. സെക്കൻഡ് കാർഡ് നമുക്ക് 5 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ദ ഹാങ്ഡ് മാൻ, 8 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 3 ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെന്റക്കിൾസ്, Knight of Cups, 7 of Swords, Page of Cups, 10 of Cups. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിന് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 10 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ രാത്രി സമയങ്ങളിൽ നടക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം ചിന്തകൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ നിറഞ്ഞ ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 10 ഓഫ് സോർഡ്സിന്റെ എനർജി. നമുക്ക് മാസ്റ്റർ കാർഡ് 10 ഓഫ് സോർഡ്സ് ആണല്ലോ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് രണ്ട് കാർഡുകളും കാണിക്കുന്നത് രാത്രിയിൽ അവർക്ക് കൂടുതലായിട്ട് അവർ ഓർക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളാണ്. ആ ഒരു സമയങ്ങളിലൊക്കെ പകലൊക്കെ അവർ വളരെ ബിസി ആയിട്ടിരിക്കുന്ന അവരുടെ ജോലി കാര്യങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ഇപ്പോൾ അവര് ഒരു ആളുകളുടെ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ട ചിന്തകളിലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന സമയങ്ങളിൽ വളരെയധികം ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിയോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അതുപോലെ കുറ്റബോധവും ഉണ്ടാകുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് അവർക്ക് കൂടുതലായിട്ട് അവരുടെ മനസ്സിലൂടെ ചിന്തകൾ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെടുത്തിയോ, ഇനി എന്നേക്കുമായി നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞോ ഞാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ശരിയായി പെരുമാറുന്നില്ലേ എന്നൊക്കെയുള്ള എൻ്റെ ഈ പെരുമാറ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ സെപ്പറേഷനിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു സൈലന്റിലായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ ഒരു പെരുമാറ്റമൊക്കെ മോശമാണോ, ഇങ്ങനെയൊന്നും അല്ലേ ഞാൻ ചെയ്യേണ്ടേ, ഇതല്ലേ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതാണ്. ഒരു വേദന ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് വളരെ ശക്തമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ വളരെയധികം പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. 5 ഓഫ് വാൻഡ്സ് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ അവർ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ ചെയ്തു പോയത് തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഡിസിഷൻ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതിനെയൊക്കെ ഓർത്തിട്ട് അവർക്ക് വളരെയധികം ടെൻസ്ഡ് ആവുന്നുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവര് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാം. ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട്, ഒത്തിരി സ്നേഹമുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരുടെ മനസ്സ് വളരെയധികം ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് ഫിയർ ഉള്ളതായിട്ട് കാണാം, പേടി.
എന്തൊക്കെയോ കാര്യങ്ങൾ, സിറ്റുവേഷൻസിനെ ആയിരിക്കാം, ആളുകളെ ആയിരിക്കാം, എന്തോ കുറെ കാര്യങ്ങളെ അവർ പേടിക്കുന്നു. അതുപോലെ കുറച്ചൊരു ഈഗോയും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കാരണം മുന്നോട്ടേക്ക് വരാനായിട്ട് അവര് വരാൻ ആലോചിക്കുമ്പോൾ കുറച്ചിങ്ങനെ ചിന്തിച്ചതിന് ശേഷം വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു രണ്ട് കാര്യങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹവും വരാതിരിക്കാനുള്ള ആ ഒരു കാരണങ്ങളും തമ്മിൽ ഉള്ള ഒരു പോരാട്ടമാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി ഒരു ഇവർക്ക് ഈ ഒരു ടവർ കാർഡ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സഡൻ റിയലൈസേഷൻ ഉണ്ടാകുന്നു, ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു വലിയൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായി. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ആ ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സത്യാവസ്ഥ അവർ മനസ്സിലാക്കുന്നു. ഇത് അവരെ ഇമോഷണൽ ആയിട്ട് വളരെയധികം ഷേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ സെപ്പറേഷൻ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ നല്ലതെന്നല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇത് ഓക്കെ ആയിട്ട് പോകത്തില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഹേർട്ട് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പോവാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് പോയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് ഒക്കെ, അല്ലെങ്കിൽ എന്നെ വിളിക്കണം, എന്നെ കാണണം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് വളരെയധികം സ്നേഹത്തോടെയൊക്കെ നിങ്ങൾ കുറെ നാൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന്, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു കാത്തിരിക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ കാത്തിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരാളുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ കൂടിയും ആ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നറിയുന്നതും, ഇനി എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കില്ല, ആ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് അവർ പോയി എന്ന്, അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുകയാണ് നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നൊരു അവസ്ഥയും ആ ഒരു സത്യാവസ്ഥയും അവർ മനസ്സിലാക്കുന്നു. ഇത് അവരെ ഇമോഷണലി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് അവർ ഈ ഒരു നൈറ്റ് ടൈമിൽ വളരെയധികം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ടവർ കാർഡ് അതാണ്, പെട്ടെന്നുള്ള ആ ഒരു അവസ്ഥ, ഇത്രയും നാള് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു ഇനി എനിക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട്, എന്നെ സ്നേഹിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ അവിടെ ഇല്ല എന്നുള്ള ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ഹാങ്ഡ് മാൻ ഉണ്ട്, അതുപോലെ 3 of Wands കാർഡ് ഉണ്ട്. അപ്പൊ ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു ചിന്ത അവർക്ക് വരുന്നത്, ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു ചിന്ത അവർക്ക് വളരെയധികം സന്തോഷം കൊടുത്തിരുന്ന ഒരു ചിന്തയായിരുന്നു. അവരിപ്പോ ശരിക്കും പറഞ്ഞ ആ ഒരു വെയിറ്റിംഗ് മോഡിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇമ്മീഡിയറ്റ്ലി ഒരു ആക്ഷൻ അവരെടുക്കാനായിട്ട് പോകുന്നില്ല, പക്ഷെ ശരിയായ ഒരു സമയം വരട്ടെ എന്ന് കരുതി അവരിങ്ങനെ ഒബ്സർവ് ചെയ്ത് അവർ ആ ഒരു വെയിറ്റിംഗ് എനർജി, നിങ്ങളായിരുന്നു ഇത്രയും സമയം ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ടവർ കാർഡോടുകൂടി അതവിടെ എൻഡ് ആകുകയും ആ ഒരു പേഴ്സൺ ഹാങ്ഡ് മാൻ എനർജി വരുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ ലൈഫുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ മാറിയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു റീഡിംഗ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ, ആരാണോ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പേഴ്സൺ വളരെയധികം ഇപ്പോൾ ഒരു ഒത്തിരി വിഷമത്തിലൂടെയും സങ്കടത്തിലൂടെയും ഒക്കെ കടന്നുപോയ സമയങ്ങളിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമമൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടേതായ ഒരു ട്രാക്കിലേക്ക് കയറി നല്ല സന്തോഷമായിട്ട് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം. ഇത് ഈ ഒരു പേഴ്സണെ എത്രയും നാൾ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ മടുത്ത് നിങ്ങൾ വേണ്ട എന്ന് വെച്ച് മാറിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കയറി അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ ഒന്നും ഇവിടെ എടുക്കുന്നില്ലെങ്കിലും കുറച്ച് സമയം വരട്ടെ, നല്ലൊരു സമയം വരുമ്പോൾ ഒരു ആക്ഷൻ എടുക്കാം എന്ന് കരുതി ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് അവരിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന എനർജിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യൂൻ ഓഫ് സോർട്സ് വരുന്നുണ്ട്, അതുപോലെ 4 of Pentacles നമുക്കിവിടെ വരുന്നുണ്ട്. പുറത്ത് അവർ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ വളരെ ഡിറ്റാച്ച്ഡ് പോലെയൊക്കെ കാണിക്കും. എനിക്കൊരു പ്രശ്നമില്ല, ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നിങ്ങളില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെതായ കാര്യങ്ങളിലൂടെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് പോകും എന്ന രീതിയിലുള്ള ഒരു പുറത്ത് ഔട്ട്ഫിറ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങളുമായിട്ട് വളരെയധികം ഡിറ്റാച്ച്ഡ് ആയി ഇനി ഒരു അറ്റാച്ച്മെന്റോ ആ പഴയ ഇമോഷണൽ കാര്യങ്ങളോ സ്നേഹമോ ഒന്നും കെയറിങ്ങോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പുറമെ കാണിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് കാണുന്നത്.
പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു സ്റ്റിൽ അവരങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വിട്ട് കളഞ്ഞിട്ടില്ല, പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഉള്ളിലിരിപ്പ് അതാണെങ്കിലും പുറത്ത് ഒരു വളരെ കൂളായിട്ട്, വളരെ ഒരു കൂളായി ഹാപ്പിയായി നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആണ് അവർ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ്, അതുപോലെ പേജ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഇവിടെ 3 കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ് ഈ 3 കാർഡുകൾ. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെ ഒരു ഫയർ എനർജിയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ്. ഒരു രാത്രിയിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെമ്മറീസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നേനെ എന്നൊക്കെയെന്നുള്ള ചിന്തകൾ വരുന്നു. നിങ്ങളോടുള്ള ഇമോഷണൽ കണക്ഷൻസ് വളരെയധികം സ്ട്രോങ് ആകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി സ്നേഹം അവരുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു സ്നേഹം നിങ്ങളോടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സ്നേഹത്തെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അവർ രാത്രി സമയങ്ങളിലെല്ലാം ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറെ അവർ മറച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒരു 7 ഓഫ് സോഴ്സിന്റെ കാർഡ് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവര് എന്തോ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഒരു അവർക്ക് എന്തോ ഒരു ഗിൽറ്റ് ഉണ്ട്, കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ലാത്ത കുറെ ഫീലിങ്സുകൾ, നിങ്ങളോട് കുറെ ഫീലിങ്സുകൾ ഉണ്ട്. ആ ഒരു ഫീലിങ്സുകളൊന്നും അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ആ ഒരു ഫീലിങ്സുകളൊക്കെ തന്നെയാണ് അവർ രാത്രി സമയങ്ങളിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത്രയധികം ഫീലിങ്സുകൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം പോലും ഒന്ന് പറയാനായിട്ട് പോലും ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടില്ല. അത് അവരെ ഈ ഒരു രാത്രി സമയങ്ങളിൽ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ രാത്രിയിലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത്. അവർക്കൊരു കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ട് രാത്രി സമയങ്ങളിൽ. അതുപോലെ രാത്രി സമയങ്ങളിൽ അവര് ഒരു പേടിയും ഒക്കെ ഇങ്ങനെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒത്തിരി അധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി ഒരു വശത്ത് വരുമ്പോൾ അവർക്ക് കുറച്ച് ഈഗോയും പേടിയൊക്കെ കാരണം അവർ അപ്രോച്ച് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിനുള്ളിൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം തന്നെയാണ് അവരുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത്. അപ്പൊ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വളരെ സ്ട്രോങ് ആണ്, ഞാൻ വളരെ സ്ട്രോങ് ആണ്, കൂളാണ് എന്നൊക്കെ നടിക്കുമ്പോഴും രാത്രി അവര് നിങ്ങളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വളരെയധികം വീക്ക് ആകുന്ന എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിലെ നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളും അവരുടെ തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ആണ്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ്, വെൻ ഐ ആം വിത്ത് യു ഐ നോ ഐ ആം സേഫ് ഫ്രം എവറിത്തിങ്. ഓക്കെ, ഞാൻ എപ്പോഴും നിന്റെ കൂട്ടത്തിലുള്ള ആ ഒരു സമയത്ത് എനിക്കറിയാം ഞാൻ വളരെ സേഫ് ആണ്, എല്ലാത്തിൽ നിന്നും ഞാൻ സേഫ് ആണ് എന്നുള്ളൊരു കാര്യം എനിക്കറിയാം എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ നീഡ് യു ടു മച്ച്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വളരെ അധികമായിട്ട് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. ഗിവ് മീ അനദർ ചാൻസ്. എനിക്ക് മറ്റൊരു ചാൻസും കൂടി, ഒരു ചാൻസും കൂടി എനിക്ക് തന്നാലും എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവർ റിലേഷൻഷിപ്പ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. യു ആർ മൈ ഹേർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഹൃദയം എന്നും അതുപോലെ നിങ്ങളാണ് അവരുടെ ആത്മാവ്, അവരുടെ നിധി, ഇന്നും നാളെയും ഇനിയെല്ലാം അങ്ങോട്ടേക്ക് മൊത്തം നിങ്ങളാണ് എന്നുള്ളൊരു കാര്യം, ഫോർ എവറിത്തിങ് എല്ലാം നിങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. യു ഹാവ് ബീൻ എ ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്, സോ താങ്ക്ഫുൾ ഫോർ യു. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് ഈ പേഴ്സൺ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു നിങ്ങളോട് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ ഹാഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്, ഈ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത്, there was a time when I was suffering alone, but then you came and rescued me from the darkness. Okay,
ഒരു സമയം ഉണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത് ഞാൻ ഒറ്റയ്ക്കായി പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു, എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി, ആ ഒരു ഇരുട്ടിൽ നിന്ന് എന്നെ ലൈറ്റിലേക്ക്, പ്രകാശത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി നീയാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 22 ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. മെയ് മന്ത്, മാർച്ച് മന്ത്, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ, ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1988 കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1992 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്ക് കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1979 റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ. ഗവൺമെന്റ് സർവീസ്, നമ്പർ 10. 1985 ആക്ടിംഗ്, നമ്പർ 26. നമ്പർ 29 white butterflies, expect miracles, sensitive. 1982 number 48 charity, number 25 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ, ഫ്ലവേഴ്സ്, 1986. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.